ഭൂതങ്ങൾ കെട്ടിയ അണക്കെട്ടെന്ന ഐതിഹ്യമുള്ള ഒരു ഡാം നമ്മുടെ എറണാകുളം ജില്ലയിൽ ഉള്ള കാര്യം നിങ്ങൾക്കൊരു പുതിയ അറിവാണെങ്കിൽ കൂടുതൽ അറിയാൻ ഈ റീൽ അവസാനം വരെ കണ്ടു നോക്കുക. 50 രൂപ പാസ് എടുത്ത് നമ്മൾ ഇവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. ഇനിയുള്ള 1 കിലോമീറ്റർ ട്രക്കിംഗ് ഒട്ടനവധി വന്യമൃഗങ്ങളും ദേവദാരു അടക്കമുള്ള വൻ വൃക്ഷങ്ങളും ഉള്ള ഒരു കൊടും വനത്തിലൂടെയാണ്. രാവിലെ തന്നെ ഇവിടുത്തെ ഫോറസ്റ്റ് ഗാർഡുകൾ ഈ വനത്തിനുള്ളിൽ ഒരു ചെക്കിംഗ് ഒക്കെ നടത്തി പോകുന്ന വഴിയിൽ വന്യമൃഗങ്ങൾ ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് സഞ്ചാരികൾക്ക് ഇങ്ങോട്ടേക്കുള്ള എൻട്രി അനുവദിക്കുന്നത്. രാവിലെ 9 മുതൽ 4 മണി വരെ മാത്രമാണ് ഇവിടെ പ്രവേശനമുള്ളത്. ഈ വനത്തിന്റെ ഉള്ളിൽ പല ഭാഗങ്ങളിലായി ഏകദേശം 5ഓളം തകർന്ന ക്ഷേത്രങ്ങളും കുറേയേറെ മുനിയറകളും കാണാൻ സാധിക്കുമെന്നാണ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത്. പോകുന്ന വഴി തന്നെ ഭൂതങ്ങൾ താമസിച്ചിരുന്ന ഗുഹയും കാണാം. നടന്ന് ക്ഷീണിച്ചെങ്കിൽ ഈ ഊഞ്ഞാലിൽ അല്പനേരം ആടി വിശ്രമിച്ചിട്ട് മുന്നോട്ടേക്ക് യാത്ര തുടരാവുന്നതാണ്. ആന പോലും കുത്താൻ പേടിക്കുന്ന ഒരു വൻമരമാണിത്. ഇതുപോലെയുള്ള ഒരുപാട് വൻമരങ്ങളും പലതരം ചെടികളും പഴങ്ങളും ഒക്കെ ഈ കാട്ടിൽ നിറയെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഉള്ളത് പെരിയാറിന്റെ ഒത്ത നടുവിലായിട്ടാണ്. ഇതാണ് ഭൂതങ്ങൾ കെട്ടിയെന്ന് വിശ്വസിക്കുന്ന കല്ലുകൾ കൊണ്ടുള്ള അണക്കെട്ട്. ഇതിന് പിന്നിലെ ഐതിഹ്യം കൂടി പറഞ്ഞ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ അടുത്തുള്ള തൃക്കാരൂർ ശിവക്ഷേത്രം ഭൂതങ്ങൾ വെള്ളത്തിൽ മുക്കി നശിപ്പിക്കാൻ ഒരു പദ്ധതി ഇട്ടു. അതിനുവേണ്ടി അവർ പെരിയാർ നദിക്ക് കുറുകെ പാറകൾ ഉപയോഗിച്ച് ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ തുടങ്ങി. എന്നാൽ ഇതറിഞ്ഞ ശിവൻ നേരം വെളുത്തു എന്ന പ്രതീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി കോഴിയുടെ ശബ്ദം പുറപ്പെടുവിക്കുകയും നേരം വെളുത്തു എന്ന് കരുതി ഭൂതങ്ങൾ പണി പാതി വഴിയിലാക്കി ഓടി ഒളിച്ചു എന്നുമാണ്. മലയാറ്റൂർ ഡിവിഷനിൽ തുണ്ടം റേഞ്ചിന്റെ പരിധിയിൽ ഉള്ള ഭൂതത്താൻകെട്ട് എക്കോ ടൂറിസം സ്പോട്ടിന്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇത്തരം ട്രാവൽ റിലേറ്റഡ് കണ്ടന്റുകൾ കാണാനായി പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റു ലൊക്കേഷൻ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.